അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു സാവകാശം കൊടുക്കുക എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ്. അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവരവരെടുക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിനൊരു സാവകാശം അവർക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഈ കഴിഞ്ഞ 3-4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വേളയിൽ പോലും ഇത്രകാലം നമ്മൾ മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഹിന്ദുത്വം, ഹിന്ദു റിലീജൻ, അതിൻ്റെയൊക്കെ മൊത്തം കുത്തക ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള രീതിയിൽ അത് പ്രകടനപരമായി കാണിക്കുന്നതിനുള്ള വലിയൊരു പരാക്രമം തന്നെയാണ് ഇപ്പം മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നാലും ശരി, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഡൽഹിയിലെ തണുപ്പ് അതിശൈത്യമാണ് ഡൽഹിയിൽ ഇപ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളിപ്പോൾ അയോധ്യയിലല്ലേ ഉള്ളത്? എവിടെയാണുള്ളത്? ഡൽഹിയാണുള്ളതല്ലേ? ഇപ്പോൾ തണുപ്പ് എങ്ങനെയുണ്ട്? ഇന്നലെ 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇന്ന് എങ്ങനെയാ രാധാകൃഷ്ണൻ? അത്യാവശ്യം വിറയോടെ വിറ 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 എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പറയൂ വിവരങ്ങൾ. നല്ല തണുപ്പുണ്ട് ഡൽഹിയിൽ. ഇന്ന് നല്ല തണുപ്പുണ്ട്. ഏതാണ്ട് തണുപ്പ് 6 ഡിഗ്രിയോളമാണ് ഡൽഹിയിൽ ഉള്ളത്. ഇന്നലെ ഞങ്ങൾ ഈ അയോധ്യയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെയുള്ള യാത്ര റോഡ് മാർഗമാണ് വന്ന വഴിയിലെല്ലാം ഈ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നത്. അത് എക്സ്പ്രസ് ഹൈവേയിലാണെങ്കിൽ പോലും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന വിധത്തിലായിരുന്നു മഞ്ഞ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സമയം സാധാരണ നമ്മൾ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു. നിലവിൽ ഈ സാഹചര്യം തന്നെയാണ് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ എല്ലായിടങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിൽ ഈ പുകമഞ്ഞ് സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങൾ അതിനനുബന്ധമായിട്ട് ഉണ്ട്. വാഹന ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നതിനൊപ്പം എയർപോർട്ടിലടക്കം ഇതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ എല്ലാം അതിന്റെ പ്രവൃത്തി സമയം അത് അല്പം ചുരുക്കിയും മറ്റും ഒക്കെ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അവർക്ക് അവധി നൽകാനായിട്ടുള്ള ഒരു നീക്കം ഉണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അവർക്ക് അവധിയായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഉള്ളത്. ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ചൂണ്ടിക്കാട്ടപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നത്. അത് പരിഹരിക്കാൻ, സ്ഥായിയായിട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഇപ്പോഴും സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. നമുക്ക് തണുപ്പ് ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് സ്കെയിൻ. പക്ഷേ ആ തണുപ്പിനൊപ്പം ഈ പുകമഞ്ഞും കൂടി വന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് എത്തുന്നു. അതാണ് ഡൽഹിക്കാരൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉള്ളത്. അത് പരിഹരിക്കാനായിട്ട് വേണ്ട വിധത്തിലുള്ള ഇടപെടൽ ആരും നടത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ ഈ അയോധ്യയിലെ വിഷയത്തിലേക്ക് കടന്നാൽ, അയോധ്യയിൽ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അത് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ലക്നൌവിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നമ്മൾ പോയിരുന്നു. അവിടെയുള്ള മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നു, അവരൊരു പരസ്യമായിട്ട് അതിന്റെ പറയാനായിട്ട് ചില വിമുഖതകൾ ഒക്കെ കാട്ടുന്നെങ്കിലും അവർ പറയുന്നത് ഉത്തർപ്രദേശില് അടിസ്ഥാനമായിട്ട് കോൺഗ്രസിന് ഈ അയോധ്യ വിഷയത്തെയോ അഥവാ രാമക്ഷേത്ര നിർമ്മാണത്തെയോ എതിർക്കുന്ന ഒരു നയം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവിടെ രാമക്ഷേത്രം വേണം എന്ന കാര്യത്തിലോ കോൺഗ്രസിന് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. അത് മുൻനിർത്തിയുള്ള ഒരു നിലപാട് മാത്രമേ കോൺഗ്രസിന് സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ് അവർ പറയുന്നത്. മറ്റു സംസ്ഥാന ഘടകങ്ങളുടെ നിർദ്ദേശാനുസരണം താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അഥവാ ഇന്ത്യ മുന്നണിയുടെ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും വിധത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം കോൺഗ്രസിന് വലിയ വിലയായിട്ട് നൽകേണ്ടി വരുമെന്ന് അവർ പറയുന്നു. കാരണം മുമ്പൊരിക്കൽ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ ആദ്യം ഈ അയോധ്യയില് ശിലാന്യാസം അടക്കം നടത്താനായിട്ട് അനുവാദം നൽകുന്നത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അന്ന് കോൺഗ്രസ് ഇതിന്റെ ഒരു രാഷ്ട്രീയ നേട്ടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പിന്നീട് കോൺഗ്രസിന് സാധിച്ചില്ല. അവിടെ BJP അത് മുതലെടുക്കുകയും അവര് രണ്ടിൽ നിന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് വളരുകയും ചെയ്തത് ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തന്നെയാണ് ഉത്തർപ്രദേശിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിൽ BJP ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത് ജനുവരി 22-ന് തുടങ്ങുന്ന ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ അത് നീളുന്നത് ജൂലൈ വരെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ പരിപാടികളുടെ വ്യാപ്തി ഉണ്ടാകും. ഇതൊരു വലിയ രീതിയിലുള്ള പോളറൈസേഷന് ഉത്തരേന്ത്യയിൽ കാരണമാകും. അങ്ങനെ
ഒരു പോളറൈസേഷന് കാരണമായാൽ BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത് 400 സീറ്റുകളുടെ ലക്ഷ്യമാണ്. ആ മാർക്ക് അവർക്ക് കടക്കാൻ പറ്റും എന്ന് ന്യായമായിട്ടും ഈ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം വേണം ഇക്കാര്യത്തിൽ എടുക്കാനെന്നാണ് അവരുടെ ദേശീയ നേതൃത്വത്തോടുള്ള അഭിപ്രായം. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിന്റെ നിലപാട് നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് കാട്ടി നൽകാനായി സാധിക്കുകയും ചെയ്യും. കോൺഗ്രസ് ഇവിടെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. തങ്ങൾ ദേശീയ നേതൃത്വത്തോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇതേ നിലപാടാണ്. ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതേ നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ദേശീയ നേതൃത്വമാകട്ടെ ഈ വിഷയത്തിൽ ഒരു വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പരസ്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത, തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ദേശീയ നേതൃത്വം ഉള്ളത്. ആ ഒരു പ്രശ്നത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പരസ്യമായിട്ട് ആരും ഒന്നും പറയരുത്, തങ്ങൾ ആലോചിച്ചു വരികയാണ് എന്ന് പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. എന്തായാലും ഈ തണുപ്പ് അകറ്റി ഒന്ന് ചൂടാകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.